ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം എല്ലാവർക്കും? ഇന്ന് പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി കടായി ഒന്ന് നമുക്ക് അടുപ്പത്ത് വെക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ആവശ്യമായിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ എണ്ണയോ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്താൽ മതി നിങ്ങളുടെ കയ്യിലുള്ളത്. അതൊന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള കപ്പലണ്ടി, നിങ്ങളുടെ കയ്യിൽ ബദാമോ പിസ്തയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ കപ്പലണ്ടി മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കപ്പലണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ കപ്പലണ്ടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്താലും മതി, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അങ്ങനെ അതൊന്ന് വറുത്ത് വരുമ്പോഴത്തേക്ക് ഇതിപ്പോൾ 1 കപ്പ് തേങ്ങയും ശർക്കരയും കൂടെ ചേർത്ത് വെച്ചേക്കുന്നതാണ്. അതും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ ശർക്കരയും തേങ്ങയും കപ്പലണ്ടിയും കൂടെ ഒന്ന് ഉരുകി മൊത്തത്തിലൊന്ന് ലയിച്ച് ചേരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട്, ഞാനിത് 2 പഴമാണ്, 2 ഏത്തപ്പഴം നന്നായിട്ട് അരിഞ്ഞിട്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. അതൊന്ന് നന്നായിട്ട് വെന്ത് എല്ലാം ഇളക്കി ഒന്നായി ചേരുന്നിടം വരെ നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് ഉടച്ച് ചേർത്ത് കൊടുക്കണം. നിങ്ങൾ കുറച്ചും കൂടെ ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. ചെറുതായിട്ട് അരിയുകയാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് ഇളക്കി യോജിപ്പിക്കാനായിട്ട് കഴിയും. ഏകദേശം ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് എല്ലാം കൂടെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് റവ അതിലോട്ട് ആഡ് ചെയ്യണം. ഈ ഒരു ബൗളിന് ഇത്രയുള്ള റവയാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ ഈ റവ ഇല്ലയെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ റവ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടും. ഗോതമ്പ് പൊടി ഉള്ളെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി. അത് കഴിഞ്ഞ് കുറച്ച് പാല്, അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ വേണ്ടിയുള്ള കുറച്ച് പാല് നമുക്കതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പാലാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കാണും. വെള്ളമേ ഉള്ളുവെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി നിങ്ങൾക്ക് പഞ്ചസാര വേണം, കുറച്ചുകൂടെ ഷുഗർ വേണം, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം കേട്ടോ. ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഏകദേശം ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. എന്നിട്ട് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കയ്യിൽ എണ്ണ പുരട്ടി അല്ലെങ്കിൽ വെള്ളം നനച്ച് ഇതേമാതിരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതൊന്ന് റൗണ്ട് ചെയ്ത് എടുക്കാവേ. നമുക്ക് അത്രയും ചെയ്തപ്പോൾ ഇത്രയുള്ള റൗണ്ടായിട്ടാണ് കിട്ടിയേക്കുന്നത്. എന്നിട്ടൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് പാനൊന്ന് ചൂടാവുന്നിടം വരെ വെയിറ്റ് ചെയ്യണേ. അതിൽ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മുമ്പേ പരത്തി വെച്ചിരുന്ന അതൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പരത്തി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നേരം ഇട്ട് ഇത് ചെയ്യേണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോവും. ജസ്റ്റ് 2 സൈഡ് ഒന്ന് മൂത്താൽ മാത്രം മതി നമുക്ക്. അങ്ങനെ 2 സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയായ ഒരു ഈസി 4 മണി പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്കും അറിയിക്കണേ. ഇനി പുതിയ വീഡിയോകളായിട്ട് നമ്മൾ പുറകെ വരും. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് മറക്കാതെ ഫോളോ ചെയ്ത് സപ്പോർട്ട്